അതിനുശേഷം പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പ്രണയം ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമായിരിക്കും. പ്രണയം മനസ്സിലുണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. ചേച്ചി ഇതിന് ശേഷം ഒരു കല്യാണം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിച്ചു പലപ്പോഴും കഴിഞ്ഞാല് ചിന്തിക്കാറുണ്ടായിരുന്നു. അത് മുടങ്ങും മീൻസ് മനസ്സുകൊണ്ട് തന്നെ മുടക്കും, പിന്നെയും ചിന്തിക്കും. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്. ആരോടും പിന്നീട് പ്രണയം തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുധിച്ചേട്ടന്റെ ഓർമ്മയ്ക്ക് ഒരു വിള്ളൽ വീഴുമെന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ആ ഓർമ്മ എന്നും എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതെന്റെ മരണം വരെ ഉണ്ട്. വേറൊരാളുണ്ടെങ്കിലും 3 വർഷമായില്ലേ. എനിക്ക് എത്രയോ നാൾ മുന്നേ കല്യാണം കഴിക്കായിരുന്നു. എന്നെ പറയുന്നത്. ഞാൻ ഇത് ഊരി വെക്കും, കാരണം ചൂടെടുക്കും ഭയങ്കര. നമുക്ക് ഒരുപാട് ചൂട് പറ്റത്തില്ല. എനിക്കിത് കാണാൻ പറ്റാത്തതുകൊണ്ട് സാരില്ല. നമുക്കേ ചൂട് ഒരുപാട് പറ്റത്തില്ല. ഇപ്പൊ ഏത് ക്യാൻസർ പേഷ്യന്റിനോട് ചോദിച്ചാലും അവർക്ക് വിഷമം വരും. കാരണം നമ്മുടെ മുടിയാണ് നമ്മുടെ സൗന്ദര്യം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നു. എനിക്ക് ഒരുപാട് മുടിയുള്ള ആളായിരുന്നു. സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് എങ്ങനെയും ദൈവം തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ദൈവം തരട്ടെ, അത്രേ ഉള്ളൂ. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ചേച്ചി ഇതിന് ശേഷം ഒരു കല്യാണം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിച്ചു പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. അത് മുടങ്ങും മീൻസ് മനസ്സുകൊണ്ട് തന്നെ മുടക്കും, പിന്നെയും ചിന്തിക്കും. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്. ആരും എന്താ പറയാ, എനിക്ക് ആരോടും പിന്നീട് പ്രണയം തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ സുധിച്ചേട്ടന്റെ ഓർമ്മയ്ക്ക് ഒരു വിള്ളൽ വീഴുമെന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ആ ഓർമ്മ എന്നും എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതെന്റെ മരണം വരെ ഉണ്ട്. വേറൊരാളുണ്ടെങ്കിലും 3 വർഷമായില്ലേ. എനിക്ക് എത്രയോ നാൾ മുന്നേ കല്യാണം കഴിക്കായിരുന്നു. എന്നെ പറയാന്. എത്രയോ പേര് കല്യാണം കഴിക്കുന്നു. ഭർത്താവ് ഉള്ളവർ പോകുന്നില്ലേ, ഭർത്താവ് ഉള്ളവർ ഇട്ടിട്ട് പോകുന്നില്ലേ. അതിനുശേഷം പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പ്രണയം ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമായിരിക്കും. പ്രണയം മനസ്സിലുണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. സുധിച്ചേട്ടനോടും പ്രണയമുണ്ട്. ചിലപ്പം അദ്ദേഹം ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇല്ല, ഒരു രൂപമായിട്ടില്ലേലും അദ്ദേഹത്തോട് ആ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് ഞാൻ. ചിലപ്പം വേറെ ഒരാൾ, അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു നല്ല ആണോ ഇപ്പോൾ ഇയാളുമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ ഞാനൊക്കെ ഇല്ല. എന്ത് വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു രണ്ടാമത് വരുന്ന ആരും ഒരിക്കലും അച്ഛനാകും, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഞാൻ ഡൗൺ ആവും. പിന്നെ ഞാനതങ്ങ് വേണ്ടാന്ന് വെക്കും. ഇപ്പൊ സുധിച്ചേട്ടൻ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ ഉണ്ടാവുമല്ലോ, ഓരോ രംഗങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ചേച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നുന്നത് ഏതാ? സിനിമകളെക്കാളും എനിക്ക് സുധിച്ചേട്ടനെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം ഒരാളുണ്ട്, ജഗദീഷ് ചേട്ടൻ. അറിയാലോ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ ഉള്ളപ്പോഴും, ജഗദീഷ് ചേട്ടൻ അതറിയാം. ജഗദീഷ് ചേട്ടനും അറിഞ്ഞ കാര്യമാണ്. സ്റ്റാർ മാജിക് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ജഗദീഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ഈ പണ്ട് ക്രഷ് തോന്നത്തില്ലേ, അതുപോലെ ജഗദീഷ് ചേട്ടനോട് ഭയങ്കര ക്രഷായിരുന്നു. അപ്പോൾ എന്നും സിനിമയ്ക്ക് ഒരു സൂര്യയിലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലോ എന്നും ഉച്ചയ്ക്ക് ജഗദീഷ് ചേട്ടൻ്റെ സിനിമ ഇല്ലാതില്ല. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കൊക്കും പൂഞ്ചിറകും എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് സുധിച്ചേട്ടൻ്റെ ആ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ സുധിച്ചേട്ടനെ പ്രേമിച്ചത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര രസമാണ്. സുധിച്ചേട്ടൻ ആ നുണക്കുഴിയൊക്കെ വെച്ച് ജഗദീഷ് ചേട്ടൻ്റെ ആ ഒരു, അതാണ് എൻ്റെ മനസ്സിൽ ഇന്നും എന്നും ഓർമ്മിക്കാൻ ഉള്ളൊരു ഇത്. സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ അധികം സിനിമ എന്ന് സുധിച്ചേട്ടൻ ഞാൻ അധികം കണ്ടിട്ടില്ല. ഫുക്രി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചെയ്ത ഓട്ടോ ഓടിക്കുന്ന ആ ഒരു സീൻ ഇപ്പോഴും മറക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവർക്കും അറിയുന്ന അതെ, ടിവിയില് കാണാലോ സുധിച്ചേട്ടന്റെ മിക്കപ്പോഴും ഓരോ സ്കിറ്റുകളും കാര്യങ്ങളും ഒക്കെ. അത് കാണാൻ പറ്റത്തില്ല, അതിനുള്ള ഒരു മനസ്സില്ല, വിഷമം വരും. പിന്നീട് കാണാൻ ശ്രമിച്ചിട്ടില്ല, കാണാൻ പറ്റത്തില്ല, അത് താങ്ങത്തില്ല. നമ്മൾ ഓർക്കും സിനിമാ നടന്മാരുടെ ഭാര്യമാരോ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും സിനിമ താങ്ങത്തില്ലായിരുന്നു. അത് നമുക്ക് പറ്റത്തില്ല. ഇതിപ്പോൾ എന്നെപ്പോലെ തന്നെ ആരോട് ചോദിച്ചാലും കാണാൻ പറ്റത്തില്ല അവർ. കാരണം ഇനി ഇല്ല അവർ. പിന്നെ അത് കണ്ടിട്ട് നമുക്ക് സഹിക്കത്തില്ല. ചേച്ചീനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ചേട്ടൻ എന്തോരം സന്തോഷം ഉണ്ടാവും ആലോചിച്ചു. അതെ അതെ, അത് വരികയാണല്ലേ, ഇല്ലാണ്ടായിപ്പോയി. അതെ, ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, ബിഗ് ബോസിന് മുന്നേയും ചെയ്തു. പക്ഷെ അതൊന്നും ഇറങ്ങിയിട്ടില്ല. എല്ലാം ആ ഒരു പണിപ്പുരയിലിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. സിനിമയിൽ നായികയൊന്നും അല്ല കേട്ടോ, ചെറിയ 2 സീനോ അല്ലെങ്കിൽ ചെറിയ വേഷമോ ആയിരുന്നു. അത് എനിക്ക് ഏറ്റവും വളരെ വലിയ കാര്യമാണ്. അത് ഈ 11-ാം തീയതി സെപ്റ്റംബർ 11-ന് ഇറങ്ങുവാണ് അമാനുഷികം എന്ന് പറയുന്നത്. അമാനുഷികം ഡയറക്ടർ നിതീഷ് കെ നായർ സാറിൻ്റെ സിനിമയാണ്. ഒരുപാട് നല്ല ആളുകൾ, ആർട്ടിസ്റ്റുകളുള്ള നമ്മുടെ, എനിക്ക് ആ സന്തോഷം പൂജയുടെ സമയത്ത് ഞാൻ ചെന്നപ്പം കുളപ്പള്ളി ലീല ചേച്ചിയുടെ അനുഗ്രഹം എനിക്കുണ്ടായി. ചേച്ചി സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഞാൻ കണ്ടത് ചേച്ചി ആദ്യം ഓടിച്ചെന്ന് ഹോസ്പിറ്റലിൽ കണ്ട്. ചേച്ചിയും സുധിച്ചേട്ടനും വളരെ ഒരു കൂട്ടായിരുന്നു.
അപ്പം ആ ഒരു അനുഗ്രഹം ചേച്ചിയുടെ നിന്ന് മേടിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. 2 സീനേ ഉള്ളെങ്കിലും നല്ലൊരു ക്യാരക്ടറാണ്. അത് വളരെ സന്തോഷം. അമാനുഷിക ഇറങ്ങുവാണ്, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സിനിമ. അടുത്ത ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, നിശ്ചയം എന്ന് പറയുന്നൊരു പോക്കറ്റ് മൂവി. അത് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ അതിലുണ്ട്. രഞ്ജിത്ത് സിയ എന്നാണ് ഡയറക്ടറുടെ പേര്. അതിൽ നല്ലൊരു വേഷമാണ് എനിക്ക് തന്നത്, നായകൻ്റെ പെങ്ങൾ, സിസ്റ്ററുടെ ഒരു വേഷം. അപ്പം ട്രീസറിനകത്ത് എൻ്റെ സീൻ കൊടുത്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം അമ്മ എന്നെ കാണാൻ വന്നു ഇവിടെ. ഞാൻ ചോദിച്ചു എന്തിനാ എൻ്റെ കൊടുത്ത്, 2 സീനല്ലേ ഉള്ളൂ എൻ്റെ കൊടുക്കുന്നത്. ഇല്ല ചേച്ചി, ചേച്ചിനെ ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സന്തോഷമായി, അതും ഇറങ്ങുവാണ്. ഇപ്പൊ ഋതപ്പൻ എപ്പോഴും ചേച്ചിനെ വിഗ് വെച്ചിട്ടാണോ കാണാ, അതോ ഋതപ്പന്റെ മുമ്പിലേക്ക് അതായത് വിഗ് ഇല്ലാതെ ചെന്ന് നിക്കാനായിട്ടുള്ള ധൈര്യമായോ ഇപ്പൊ മനസ്സിലായി? ഞാൻ ഇത് ഊരി വെക്കും, കാരണം ചൂട് എടുക്കുന്നു ഭയങ്കര, നമുക്ക് ഒരുപാട് ചൂട് പറ്റത്തില്ല. എനിക്കിത് കാണാൻ പറ്റാത്തതുകൊണ്ടാ. സാരില്ല, നമുക്ക് ചൂട് ഒരുപാട് പറ്റത്തില്ല. ഭയങ്കര ഋതപ്പൻ തന്നെയല്ല, നമ്മൾ പുറത്ത് ആളുകൾ നമ്മളെ നോക്കുമ്പം ഇപ്പം ഏത് ക്യാൻസർ പേഷ്യൻ്റ് ചോദിച്ചാലും അവർക്ക് വിഷമം വരും. കാരണം നമ്മുടെ മുടിയാണ് നമ്മുടെ സൗന്ദര്യം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നു. എനിക്ക് ഒരുപാട് മുടിയുള്ള ആളായിരുന്നു. ഈ ഋതപ്പൻ ഇത് കാണുമ്പോഴേക്കും ഞാൻ ഷോള് കെട്ടൂടാ. ഞാൻ ഷോള് കെട്ടിയിട്ടാണ് ഋതപ്പൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് മുടിയെ സ്നേഹിച്ച ആളാണ്. ഞാൻ സ്നേഹിച്ച ആളാണ്. ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആളുകളുടെ ഓരോ സംസാരങ്ങൾ ഉണ്ടാവില്ല, അറിയാം. എങ്കിൽ പോലും രേണു, സത്യം പറഞ്ഞാൽ ചില ആളുകൾ സ്നേഹത്തോടെ വന്നിട്ട് പറയും, അയ്യോ മുടി വെച്ച നന്നായി. പക്ഷെ എന്നാലും എനിക്കറിയാം ഇത് വിഗാണ്, ഇനി ഇത് വളർന്നു വരണം. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അത് മുടിയാണ് അവരുടെ സൗന്ദര്യം, ഒരു മുഖത്തിൻ്റെ ഷേപ്പ്. ഇങ്ങനെയാണോ ഞാനിരുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. പലപ്പോഴും വിഷമമുണ്ട്, പക്ഷെ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. ആദ്യമായിട്ട് ഈ മുടി പോകുന്ന ഒരു സമയത്തുണ്ടല്ലോ, എങ്ങനെ നമുക്ക് എനിക്കിപ്പോൾ കുറച്ച് മുടി പോയാലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഹെയർ ഓയിൽ തേക്കുക, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് പോവുകയാണ്, ഇതാണ് നമ്മുടെ ജീവിതം, ഇനി കുറച്ച് നാൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ തൊടുമ്പോൾ പറന്നു പോകും കീമോ കഴിഞ്ഞിട്ട്. അതങ്ങനെയാണ് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, അതങ്ങനെയാണ്. കീമോ ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മൾ കോഫിയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ പറന്നെങ്കിൽ വീഴുക. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ വെച്ചാൽ പോവും. ഇത് ഈ ഇരിക്കുന്നില്ല, വളർന്നല്ല, അത് പോകാനുള്ളതാണ്. ഇങ്ങനെ തട്ടിയാൽ പോവും അത്. പിന്നെ ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്ന തൊടാതെ കുറച്ചെങ്കിലും ഇരുന്നോട്ടേ എന്ന് വെച്ച്. കീമോ കഴിഞ്ഞാതെ ഒരിക്കലും ഇത് വളരത്തില്ല. വിഷമമുണ്ട്, നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. പുറത്തെ ആളുകൾ ചോദിക്കുമ്പോൾ വിഷമമുണ്ട്, ടു ബി ഫ്രാങ്ക് പറഞ്ഞു. തീർച്ചയായിട്ടും ചോദിക്കുമ്പോഴല്ല, നോട്ടം. രേണുസുതി അല്ലേ, അയ്യോ, പിന്നെ മുടി ഭയങ്കര വിഷമമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ അമ്മമാർക്ക് ഇപ്പൊ ചേച്ചി ഒരു അമ്മയാണ്, നമ്മുടെ അമ്മമാർക്ക് നമ്മളെ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അവർക്ക് മനക്കെട്ടി ഉണ്ടാവില്ല ചേച്ചിനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ചേച്ചിയുടെ അമ്മ ചേച്ചിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചേച്ചിയുടെ ഓരോ അവസ്ഥയും ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഈ വേദന സഹിക്കുമ്പോൾ എങ്ങനെ? സാധാരണ അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ധൈര്യമുള്ള അമ്മമാരെയാണ് ഞാൻ ചുറ്റും. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ധൈര്യം എന്ന് പറയുന്ന ഒരു സാധനം, ഒരു പുറമേ നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയത്തില്ല അവർക്ക്. ഒരു സ്മാർട്ട് ഫോൺ ഇല്ല അവർക്ക്, അല്ലെ ആൻഡ്രോയിഡ് സെറ്റില്ല. ഇപ്പോഴും അങ്ങനത്തെ ഒരു അമ്മയാണ് എൻ്റെ അമ്മ. അവര് എന്താ പറയുക, ഒന്നും അറിയത്തില്ല. ഇപ്പോഴും എന്താണ് ചുറ്റും നടക്കുന്നതെന്നൊന്നും അറിയാത്തൊരു പാവ സ്ത്രീയാണ് അവര്. അപ്പം അവർക്ക് ഈ വേദനയും ഇതും കാണുമ്പം വിഷമമുണ്ട്, എന്നെ ചെയ്യാൻ. പക്ഷെ എൻ്റെ മുന്നിൽ ചിലപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അത്രേ ഇതേ ഉള്ളൂ, കരയും. അപ്പൊ ചേച്ചി വഴക്ക് പറയാം അവിടെ മുന്നിൽ കരയല്ലെന്ന്. അങ്ങനെയാണ്. പിന്നെ ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മയുടെ. ചേച്ചിയുടെ വീട്ടുകാരല്ലാതെ ഇപ്പൊ സുധിച്ചേട്ടന്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും ആരെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടോ ഒരാള്? ഇപ്പം ഈ ക്യാൻസർ വന്നേ പിന്നെ ഒരു മനുഷ്യന്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുമില്ല, ആരുമില്ല. എനിക്കുള്ള ചുറ്റുമുള്ള കുറച്ച് ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകൾ. അന്ന് പറഞ്ഞ് ഈ വരാത്തവരെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അവർക്ക് ഓരോ സിറ്റുവേഷനാണ്, അവർ വിളിച്ച് തിരക്കാറുണ്ട്. എല്ലാവരും ഇല്ല. എനിക്ക് സന്തോഷമായത് എൻ്റെ
എൻ്റെ കൂടെ പണ്ട് പഠിച്ച എൻ്റെ 4 ഫ്രണ്ട്സ് വന്ന് എന്നെ കാണാം. കൂടെ പഠിച്ചവരൊക്കെ വരുമ്പോൾ നമുക്ക് പൊട്ടിക്കരയാണ്. അവൾ എൻ്റെ പഴയ ഒരു ഫ്രണ്ടാണ്. അവൾ ബെസ്റ്റ് ഫ്രണ്ടാന്ന് തന്നെ പറയാം. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. നെസ്റിൻ എന്ന് പറയുന്നത്. അവൾ ട്രിവാൻഡ്രത്തു നിന്ന് എന്നെ കാണാൻ വന്നു. കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണ് എന്നെ കാണാൻ വന്നത്. അവളും അയ്യപ്പ, സെബായി, നമ്മൾ കൂടെ പഠിച്ചവരെന്ന് പറഞ്ഞാൽ ഒരു നീതു, ഇവർ 4 പേര് എന്നെ കാണാൻ വന്നിട്ട് പൊട്ടിക്കരയോ. നസ്രി പൊട്ടിക്കരയുവാണ്. എൻ്റെ അടുത്തോട്ട് വരുന്നില്ല. പൊട്ടിക്കരഞ്ഞ് പോകാൻ നേരത്ത് എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ എന്തെങ്കിലും മേടിക്കണമെന്ന് പൈസ വെച്ച് തന്നപ്പോൾ ഞാൻ മുടി കണ്ടിട്ടാണ് അവൾക്ക് സഹിക്കാൻ പറ്റാത്തത്. കാരണം എൻ്റെ മുടി അവൾക്ക് ജീവനായിരുന്നു പണ്ട്. സഹിക്കാൻ അവൾ പറഞ്ഞ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോവായിരുന്നു അവൾ ഇവിടുന്ന്. 21-ാം തീയതി കീമോ ഉണ്ട്, അതിനുശേഷമാണ് ഓണം വരുന്നത്. 21-ാം തീയതി, അതെ. ഇനിയിപ്പം 4ാമത്തെ കീമോയിലോട്ട് കടക്കുവാണ്. പേടിയുണ്ടോ? ആ ഒരു അവസ്ഥ അത് വളരെ, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഭയാനകമാണ്. കാരണം കീമോ മരുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ലക്ഷം രൂപ സംതിങ്ങിൻ്റെ മെഡിസിൻ, ആൻറ്റിബോഡി നമ്മൾ മേടിക്കണം. അതാണിപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ടെൻഷനാണ്. ഇനി 3 കീമോ കൂടെ റിമൈനിങ് ആണ്. അത് 3-നും നമുക്ക് ആ ആൻറ്റിബോഡി വേണം. അത് കറക്റ്റ് സമയത്ത് തന്നെ നടക്കുകയും വേണം. ആ സമയത്ത് എല്ലാം പറ്റത്തില്ല. നമുക്ക് ജീവൻ തിരിച്ചു കിട്ടാനുള്ള ആ ടാർഗറ്റ് തെറാപ്പിയുടെ ഭാഗമാണത്. ഫണ്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ സ്വരുക്കൂട്ടുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യണം ആയിട്ടില്ല, ആകുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ ആരോടും ഒന്നും ഞാൻ ചോദിക്കാറില്ല. ഞാൻ അന്നും ഇന്നും പറയുന്ന പോലെ ആരോടും ചോദിക്കാറില്ല. അത് വേണം, എന്തായാലും ഫണ്ട് ആവണമെന്നുള്ള ഒരൊറ്റ കരുതലാണ്. ഇപ്പോൾ ഈ 21-ാം തീയതി എനിക്ക് ആ ഫണ്ട് ആവണം, പൈസ വേണം, കീമോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരുപാട് മെഡിസിൻസ് മേടിക്കണം. അത് തന്നെയല്ല, ഇതിൻ്റെ നമ്മൾ ഓരോ പരിശോധന, ഒരുപാട് പൈസയാവും പരിശോധനയ്ക്ക്. ബ്ലഡിൻ്റെ ഒക്കെ ടെസ്റ്റ് ഒറ്റയടിക്ക് 4000-5000 രൂപയൊക്കെയാണ് ബ്ലഡിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും. ഈ ഒരു കീമോ മരുന്നിൻ്റെ കൂടെ ആ 2 ലക്ഷം രൂപയുടെ മരുന്ന് ചെന്ന് മേടിക്കണം. ചിലത് ഇവിടെ അവരയച്ചു തരും, ചിലത് നമ്മൾ ചെന്ന് മേടിക്കണം. അപ്പം എനിക്കിപ്പം ജോലിയില്ല. എൻ്റെ ചേച്ചിക്കുണ്ടായിരുന്ന ജോലിയില്ല, അതും പോയി. എൻ്റെ പപ്പ ഓൾറെഡി പുള്ളി വർഷങ്ങളായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്ന അസുഖമാണ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റും വന്ന് കിടപ്പാണ്. അമ്മയ്ക്കറിയാമല്ലോ ജോലിയില്ല. അപ്പം സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് എങ്ങനെയും ദൈവം തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ദൈവം തരട്ടെ, അത്രേ ഉള്ളൂ. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം എത്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ എന്താ പറയാ, പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഒരുപാടല്ല, വിരലെണ്ണാവുന്ന ഒരു പേര്. എനിക്ക് രേണു എന്ന് പറഞ്ഞ കോടികളൊന്നും അല്ലെങ്കിലും അവർക്ക് തന്നത് അത് എനിക്ക് വലിയ കോടിയാണ്. അവർ തന്ന പൈസ എനിക്ക് വലിയ, ഞാൻ പറഞ്ഞില്ലേ, സായി വന്ന് ആദ്യം തന്ന സായിയാണ് വന്ന് എനിക്ക് AC മേടിച്ച് തന്നില്ലേ, പൈസ കൊണ്ട് തന്നു. ആ പൈസ തന്നെയാണ് തന്നിട്ട്, 1 ലക്ഷം രൂപ തന്നെയാണ് തന്നത്. എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, 1 ലക്ഷം പൈസ തന്നെയാണ്. അങ്ങനെ തന്നെ പറയുന്നു. അതെനിക്ക് ഏറ്റവും വലിയൊരു ഉപകാരമായി. അത് സായിക്കെങ്കിലും തോന്നിയല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചില്ലെങ്കിലോ തോന്നിയല്ലോ. അത് സായിയുടെ വൈഫിനെയും മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, തലമുറകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളായിട്ടില്ല, അവൻ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരുപാട് പേരെന്നെ പേര് പറയാതെയും പറഞ്ഞവരും ഒക്കെ എനിക്ക് 1 രൂപ തന്നെങ്കിൽ അവരുടെ തലമുറ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള എന്നും അവരോട് പ്രാർത്ഥനയും നന്ദിയും കടപ്പാടും സ്നേഹവും എന്നും ഉണ്ടാവും. ഞാൻ തിരിച്ചു വരുമ്പോൾ ആ ഒരു കടപ്പാട് നന്ദി അവരോട് കാണിച്ചിരിക്കുന്നു. ഇപ്പൊ ചേച്ചി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ, ഇപ്പൊ മിണ്ടാത്ത ആൾക്കാരും ഉണ്ട്, മിണ്ടുന്ന ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും കോണ്ടാക്റ്റിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഇതിനകത്ത് ആരെങ്കിലും ഹെൽപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു? സായി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അതല്ലാതെ ഹെൽപ്പായിട്ട് ആരെങ്കിലും? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹെൽപ്പ് തന്നോ തരാത്തോ ഒന്നും അല്ലടാ. എന്നെ ഒന്ന് കണ്ടല്ലോ, അനുവാണേലും ആദില നൂറ വന്ന് എന്നെ കണ്ടു, എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു, ഭയങ്കര സന്തോഷം. അതുപോലെ ബിന്നി ഹസ്ബൻഡും വന്നു, എന്നോട് പറഞ്ഞു ഇന്ന പോലെ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു. ചെറിയതല്ല, എനിക്ക് വലുത് തന്നെയാണ് തന്നു. അതുപോലെ പിന്നെ ബിഗ് ബോസിലെ വേറെ ആരും എന്നെ വന്ന് കണ്ടില്ല. ലാലേട്ടൻ അങ്ങനെ എന്തെങ്കിലും വിളിക്കോ? അവര് അതിൻ്റെ ആൾക്കാർ വിളിച്ചായിരുന്നു ബിഗ് ബോസിൻ്റെ. പക്ഷേ പിന്നീട് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് പുതിയത് വരുമല്ലോ, അതിൻ്റെ തിരക്കായോണ്ടായിരിക്കും പിന്നെ ഒരു കോളോ ഒന്നും. എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, എൻ്റെ ചേച്ചി സംസാരിച്ചിരുന്നു, എങ്ങനെയാണ് കാര്യങ്ങൾ, സാമ്പത്തികം, ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞിരുന്നു. പിന്നെ ആരും വിളിച്ചില്ല, ആരും വന്ന്. ഞാനും ബിഗ് ബോസിൻ്റെ ഭാഗമല്ലായിരുന്നു, പക്ഷെ പിന്നെ ആരും വിളിച്ചുമില്ല. എനിക്കറിയില്ല, അവർ വിളിച്ചുമില്ല, പിന്നെ ഒന്നും തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ പുതിയ ബിഗ് ബോസിൻ്റെ തിരക്കൊണ്ടായിരിക്കാം. ഇപ്പോൾ ഇൻ കേസ് കിച്ചു ബിഗ് ബോസിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ
രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു കണ്ടന്റ് ആവാൻ സാധ്യതയുണ്ട്? ആയിരിക്കും, തീർച്ചയായിട്ടും. ഞാൻ പോയത് കൊണ്ട് എനിക്കറിയാലോ, ഇവിടെ ഉള്ളതല്ലേ അവിടെ ഇട്ട്. ഉറപ്പായിട്ടും രേണുസുതി ആയിരിക്കും കിച്ചുവിനുള്ള കണ്ടന്റ്. കിച്ചുവിനെതിരായിട്ട് ഒരുപാട് പേര്, മീൻസ് എതിരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാണല്ലോ. ഗെയിം എന്ന് പറഞ്ഞാൽ എതിരെന്ന് പറഞ്ഞാൽ ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഗെയിം, ഇറ്റ്സ് എ ഗെയിം. എല്ലാവരും അവിടെ പോകുന്നത് എന്തിനാണ്? വിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. അപ്പം ഗെയിമിന് വേണ്ടിയിട്ട് അവരവരോട് ചിലപ്പം കിച്ചുവിനോടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും രേണുസുതി എന്ന് പറയുന്നത് വളർത്തമ്മ. അവിടെ ഒരു വിക്ടിം കാർഡ് വരാൻ ചാൻസ് ഉണ്ടോ? വിക്ടിം കാർഡ് ഒരു എന്താ ഒരു ഇരയാക്കപ്പെടുക എന്നുള്ള രീതിയിൽ? ഉറപ്പല്ലേ, ഉറപ്പാണ്. ഇനി രേണുസുതി ഇങ്ങനെ കേൾക്കാം ബിഗ് ബോസിനകത്ത്. കിച്ചു ഉണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ സന്തോഷം. പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. സന്തോഷം. സുധിച്ചേട്ടന്റെ കൂടെ ആക്സിഡന്റിൽ പെട്ടിട്ടുള്ള ഒരാളായിരുന്നു ബിനു അടിമാലി. ബിനു ചേട്ടനൊക്കെ പിന്നീട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവരാരും കാണാൻ വന്നിട്ടില്ലായിരുന്നു. വിളിച്ചിരുന്നു വൈഫ്, ബിനുചേട്ടൻ വരാം വരാം വരാം. അത് ഞാൻ പറഞ്ഞില്ലേ, തുടക്ക സമയത്ത് എല്ലാവരും വരാൻ വരാന്ന്. പക്ഷെ ആരും കണ്ടില്ല ഇങ്ങോട്ട്, ആരും വന്നില്ല. സ്റ്റാർ മാജിക്കിലെ ആരും വിളിച്ചില്ലെന്നല്ല, വിളിച്ചിട്ടുണ്ട് എന്നെ. ശ്രീവിദ്യ മുല്ലശ്ശേരി, നോബിച്ചേട്ടൻ, ബിനുചേട്ടൻ, ആലീസ് എന്നെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷെ വിളിച്ചില്ലെന്നല്ല, പക്ഷെ ആരും വന്നില്ലാരും. ചേച്ചിയോട് എന്തെങ്കിലും എതിർപ്പ് അവർക്കുണ്ടോ? എനിക്കറിയില്ല. അവർക്കൊക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ല അവരോടൊന്നും. ആരും വന്നില്ല. വലിയ അന്ന് ഞങ്ങൾ സുചേട്ടൻ മരിച്ച സമയത്ത് ആ ചാനലിന് വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ, ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ, ഒരിക്കലും അനാഥരാക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറഞ്ഞവർ പോലും ഈ അവസ്ഥയിൽ, അതായത് ചേച്ചി ആരുടെ അടുത്തും ഒന്നും തരാനായിട്ട് ആവശ്യപ്പെടുന്നില്ല, ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ പോലും അവര് കൂട്ടാക്കിയിട്ടില്ല. ആരും വിളിച്ച് ആരും വന്നില്ല. ബിനുചേട്ടൻ്റെ വൈഫ് പറഞ്ഞു വരാന്ന് പറഞ്ഞു. പക്ഷെ അവരാരും വന്നില്ല. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും. എല്ലാവർക്കും ഓരോ സിറ്റുവേഷൻ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ബിഗ് ബോസിൽ എല്ലാവരും വിളിക്കാറുണ്ടായിരുന്നു അന്ന് ആ സമയത്ത്. പക്ഷെ ആരും വന്ന് കണ്ടില്ല. ലാലേട്ടൻ വിളിക്കാത്തതിൽ ഒരു സങ്കടം ഉണ്ടോ? അയ്യോ, അദ്ദേഹം വലിയൊരു മനുഷ്യനല്ലേ, ഒരുപാട് തിരക്കുകളും. ഒരിക്കലും അങ്ങനെ അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ പറയില്ല. ആ ബിഗ് ബോസിൽ ഞാൻ കയറി അദ്ദേഹത്തെ കാണാൻ പറ്റി. എന്നെ രേണുസുതി എന്ന് വിളിച്ചത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നത്. എൻ്റെ മരണം വരെ അതെൻ്റെ ഭാഗ്യമാണ്, അദ്ദേഹം എന്നെ രേണുസുതി എന്ന് പേര് വിളിച്ചത്. അതിൽ കൂടുതലൊന്നുമില്ല, അത് മനസ്സിലൊന്നുമില്ല. പിന്നെ സാജു നവോദയ ചേട്ടനും വൈഫും വന്നായിരുന്നു അറിഞ്ഞപ്പം തന്നെ. അന്ന് വന്ന് കണ്ടിരുന്നു കേട്ടോ. അത് ചിലപ്പോൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അല്ല, ചേട്ടന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു സാജുചേട്ടൻ. അതാണ് ഞാൻ ബിഗ് ബോസിന്റെ ആയിട്ട് പറയുന്നില്ല. പക്ഷെ അത് സുചേട്ടന്റെ ആ ഒരു ബന്ധം വെച്ച് തന്നെ ആദ്യം വന്ന് കണ്ടത്. പിന്നെ ദിയാസന ബിഗ് ബോസിലെ വന്ന് കണ്ടിരുന്നു. ദിയ അത് ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിരുന്നു. ജസ്റ്റ് കണ്ടായിരുന്നു, എന്നെ വന്ന് കണ്ടു. പിന്നെ അല്ലാണ്ട് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പേരെ വന്നിട്ടുള്ളൂ. സ്റ്റാർ ഇനി വല്ലവരും മറന്നു പോയെന്ന് എനിക്കറിയില്ല. ഇത്രേ ഉള്ളൂ. ഈ ശ്രീകണ്ഠൻ സാറുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട്? ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ ആരുമായിട്ട് ഒരു കോണ്ടാക്ട് ഇപ്പോഴും ഇല്ല, അന്നും ഇല്ല. അതാ പറഞ്ഞ, അതാ അന്ന് ഞങ്ങളെ ഒരിക്കലും അനാഥരാക്കത്തില്ലെന്ന് പറഞ്ഞവര്. നമ്മളിപ്പോ കാര്യം കുറ്റപ്പെടുത്തുമല്ല, പരാതിയില്ല പരിപോലെ. എങ്ങനെയും മരുന്ന് മേടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. എങ്ങനെയും മരുന്ന് മേടിക്കണം, ജീവൻ രക്ഷിക്കണം, തിരിച്ചു വരണം, ചെറിയ ചെറിയ വർക്ക് ചെയ്യണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, പഴയ പോലെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം, കൊച്ചിന് വേണ്ടി ജീവിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കണ്ടിട്ടുണ്ടോ മനസ്സിൽ? ഈ പൈസയുടെ കാര്യങ്ങൾ ഒന്നുമില്ല, എല്ലാം ബ്ലാങ്ക് ആണ്. പിന്നെ ചെറിയ എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതേ ഉള്ള ആകെ ആശ്രയം. അത് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. അതായത് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് വീഡിയോസും കുറവാണ്. വയ്യല്ലോ, മൈക്കൊക്കെ ഇനി മേടിക്കണം. ഞാൻ നേരത്തെ ഒക്കെ ഞാൻ ചേച്ചിനെ വിളിക്കുമായിരുന്നു. അത് ഇന്റർവ്യൂവിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. നമ്മൾ ആ റീച്ചും മനസ്സിൽ കണ്ടിട്ടാണ്. സത്യം പറഞ്ഞോ, ടു ബി ഫ്രാങ്ക് പറഞ്ഞ നമ്മൾ കള്ളം പറയേണ്ട കാര്യമില്ല എനിക്ക്. പക്ഷെ ഇപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കോണ്ടാക്ട് വന്നപ്പോഴേക്കും ചേച്ചിയുടെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എടുത്തത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചേച്ചിനെ കാണണമെന്നുണ്ടായിരുന്നു, കുറച്ചു നേരം സംസാരിക്കണം എന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ സങ്കടം കേൾക്കാൻ എന്നുള്ളതല്ല, എന്തോ എവിടെയൊക്കെയോ ഒരു എന്താ പറയാ, നേരത്തെ ഞാൻ അത്ര വലുതായിട്ട് കാര്യമാക്കി കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞാൻ ചേച്ചിനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചേച്ചിയുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഹെയ്ദിയൊക്കെ എൻ്റെ സുഹൃത്താണ്. അപ്പൊ ഹെയ്ദിയൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കൊക്കെ നമ്മള് അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കാര്യങ്ങൾ അറിയുമ്പോഴേക്കൊക്കെ നമുക്കും വന്നിരുന്ന, ഞാൻ അതാ ചേച്ചിനെ ആദ്യം വന്നപ്പോ പറഞ്ഞത്, എനിക്കൊക്കെയാണ് വന്നിരുന്നെങ്കിൽ ഞാൻ തീർന്നു പോയേനെ. അത് ചേച്ചിനെ ഞാൻ ഋതപ്പനെയൊക്കെ അതുപോലെ കെയർ ചെയ്ത് സംസാരിക്കുന്നത്, അപ്പൊ അവനെ അറിയാണ്ട് നോക്കുന്നതും
ഒക്കെ എനിക്ക് വലിയൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നു. ചേച്ചി ആയതുകൊണ്ട് പിടിച്ചേക്കുന്നത് ഇങ്ങനെ തന്നെ വരണം. ഇപ്പൊ ചേച്ചിയുടെ മാനേജർ മാത്രമല്ല, കുറെ ആളുകൾ ചേച്ചി തിരിച്ചു വരണം. അതെ. അതൊരു ഭയങ്കര വലിയൊരു തിരിച്ചുവരവെന്നല്ല ഞാൻ പറയുന്നത്, സജീവമായിട്ട് തന്നെ പിന്നെയും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളിൽ ഞാനും ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. പിന്നെ മാറ്റാൻ തയ്യാറല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്നില്ല മാറ്റണ്ട, നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നോളൂ, കുഴപ്പമില്ല, നമുക്ക് ആർക്കും ഒരു പ്രശ്നമോ കാര്യങ്ങളോ പരിഭവങ്ങളോ ഇല്ല. പക്ഷെ പരിഭവമില്ല. പക്ഷെ കുറച്ചു പേർക്കെങ്കിലും മൂലയുള്ള ആൾക്കാർക്ക് ചിലപ്പോ എന്തെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും ചോദിക്കുക, ജസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും ഇടുക. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും വേണ്ട ഒരു സമയമാണ്. അതിപ്പോ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കെയർ ചെയ്യോ അതുപോലെ തന്നെ കെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം ചേച്ചി.